ഹായ്, നമ്മളിന്ന് ഒരു ഇലക്ട്രിക്കൽ ഡിവിയുടെ ഡ്രസ്സിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിവിടെ സിംഗിൾ ഫേസിനാണ് വയറൊക്കെ വലിച്ചിട്ടിരുന്നതും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ TPN DV ആണ് നമ്മൾ വെച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് 3 ഫേസ് ആകാനും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് ഒരു സെലക്ടർ സ്വിച്ച് ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ DV ഡ്രസ്സിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് 3 ഫേസ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിത് 3 ഫേസ് ആക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലാണെങ്കിൽ 5 ബെഡ്റൂം ഉണ്ട്. അപ്പം ഹൗസ് ഓണർക്ക് എല്ലാ റൂമിലും AC ഒക്കെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് 5 AC വരുമ്പോൾ തന്നെ 50,000 വാട്ടിന് മേലെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പം 3 ഫേസ് ആക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഈ വയറുകളെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ആദ്യം സിംഗിൾ ഫേസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാരണം കറക്റ്റ് കളർ കോഡിലൊന്നുമല്ല വയർ വലിച്ചേക്കുന്നത്. എങ്കിലും എർത്തിനും ന്യൂട്രലിനും കറക്റ്റ് കളർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈ അടിച്ച് ഈ വയറുകളെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒതുക്കി വെക്കാം. ബ്ലാക്ക് വയർ ന്യൂട്രലാണ്. അത് നമുക്കിനി ടൈ അടിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കാം. യെല്ലോ വയർ നമ്മൾ മാസ്റ്റർ കൺട്രോളിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ സ്വിച്ചിൽ നിന്ന് വരുന്ന കൺട്രോൾ വയർ DVയിലിട്ട് ലിങ്ക് ചെയ്ത ശേഷം വേണ്ട സ്വിച്ച് ബോർഡിലോട്ട് വലിച്ചെടുക്കുക. നീല വയർ ഇൻവെർട്ടറിന് വേണ്ടിയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള വയറെല്ലാം നമ്മളിവിടെ റെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ലൈറ്റിൻ്റെയും പവറിൻ്റെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഈ എർത്തിന് വേണ്ടി വലിച്ചിട്ടേക്കുന്ന ഈ കോപ്പർ കമ്പിയിലും കൂടെ സ്ലൈവ് ഇടാം. ഇവിടെ നമ്മൾ മെയിൻ പിടിച്ചേറ്റേക്കുന്ന വയറും റെഡാണ്. അതുകൊണ്ട് നമുക്ക് അതിലും കൂടെ സ്ലീവ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ യെല്ലോയും ബ്ലൂവും സ്ലീവാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എർത്ത് വയർ DVയുടെ എർത്ത് ബാറിൽ കണക്ട് ചെയ്യാം. ആദ്യം നമുക്ക് DVയിൽ നിന്ന് വന്ന
ആ കോപ്പർ കമ്പി കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വയർ കണക്ട് ചെയ്യാം. നമ്മൾ എർത്ത് വയറെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതൊന്നും വയറെല്ലാം നല്ലോണം ഒന്ന് ഒതുക്കി വെക്കാം. അടുത്ത നമുക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ആ ന്യൂട്രൽ ബാർ അതേന്ന് ഇളക്കി കണക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇച്ചിരിയൂടെ എളുപ്പം. അപ്പോൾ ന്യൂട്രൽ വയർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആ മീറ്ററിൽ നിന്ന് വന്നേക്കുന്ന മെയിൻ വയർ RYBN എന്ന ക്രമത്തിൽ നമുക്ക് ELCBയിൽ കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ELCB 63 ആംസിൻ്റെ 4 പോൾ ELCB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്ററിൽ നിന്ന് വരുന്ന മെയിൻ വയർ നമ്മൾ ELCBയുടെ മുകൾ ഭാഗത്തായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. റെഡ് വയർ ELCBയുടെ ആദ്യത്തെ പോളിലും യെല്ലോ വയർ ELCBയുടെ രണ്ടാമത്തെ പോളിലും ബ്ലൂ വയർ ELCBയുടെ മൂന്നാമത്തെ പോളിലുമാണ് കണക്ട് ചെയ്യുന്നത്. ന്യൂട്രൽ നാലാമത്തെ പോളിലും കണക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന MCB B10-ൻ്റെയും B6-ൻ്റെയാണ്. B10-ൻ്റെത് പവറിനും B6-ൻ്റെ ലൈറ്റിങ്ങിനുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. MCB എല്ലാം നമ്മൾ DB ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളത് കണക്ട് ചെയ്യാം.
ഇനി നമുക്ക് ഈ MCBകൾ തമ്മിലൊന്ന് ലിങ്ക് ചെയ്യാം. ഇനി ഈ സെലക്ടർ സ്വിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. സെലക്ടർ സ്വിച്ച് കണക്ട് ചെയ്യുമ്പോൾ RYB എന്ന ക്രമത്തിൽ ELCBയുടെ ഔട്ടിൽ നിന്നും സെലക്ടർ സ്വിച്ചിൻ്റെ ഇന്നിലേക്ക് കണക്ട് ചെയ്യണം. ELCBയുടെ ഔട്ടിൽ നിന്ന് ന്യൂട്രൽ വയർ DBയുടെ ന്യൂട്രൽ ലിങ്കിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം സെലക്ടർ സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്നും RYB എന്ന ക്രമത്തിൽ MCBയിലേക്ക് വയർ കണക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ DBയുടെയും സെലക്ടർ സ്വിച്ചിൻ്റെയും കണക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ സ്വിച്ച് ബോർഡിലോട്ടുള്ള മെയിൻ ലൈൻ MCBയിൽ ലോഡ് അനുസരിച്ച് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ലൈറ്റിന് 6ൻ്റെ MCBയും പവറിന് 10ൻ്റെ MCBയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വയർ പവറിന് 2.5ഉം ലൈറ്റിന് 1.5ഉം ആണ്. അത് തന്നെ നമ്മൾ കൺട്രോൾ വയർ വലിച്ചേക്കുന്നത് 1ൻ്റെ വയറുമാണ് വലിച്ചേക്കുന്നത്. കൺട്രോൾ വയർ എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ കൺട്രോൾ വയറാണ്. മീറ്ററിൽ നിന്ന് DBയിലേക്ക് ഇട്ടേക്കുന്ന മെയിൻ വയർ സിസ്കോ വയറിൻ്റെ ആണ്. ഇപ്പോൾ നമ്മുടെ വയറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ വയറുകളെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒതുക്കി വെച്ചിട്ട് ഈ സെലക്ടർ സ്വിച്ചും DBയും ക്ലോസ് ചെയ്യാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.